192. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ. അവലം യകുൽ ലഹും ആയതൻ അൻ യഅലമഹു ഉലമാഉ ബനി ഇസ്രായീൽ. വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅ്ജമീൻ ഫഖറഅഹു അലൈഹിം മാ കാനൂ ബിഹി മുഅ്മിനീൻ. كذلك سلكناه في قلوب المجرمين لا يؤمنون به حتى يروا العذاب الأليم فيأتيهم بغتة وهم لا يشعرون فيقولوا هل نحن منظرون أفبعذابنا يستعجلون أفرأيت إن متعناهم سنين ثم جاءهم ما كانوا يوعدون. പ്രത്യേകമായ അവതരണ പശ്ചാത്തലം, സബബുന്നുസൂല് ഏതെങ്കിലും ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതല്ല. ഈ ആയത്തുകളൊക്കെ ഖുർആനിനെ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, പൂർവികന്മാരായ പ്രവാചകന്മാർ വന്നപ്പോൾ ആ സമൂഹം പ്രതികരിച്ചത് എങ്ങനെയാണ് അത് വിശദീകരിക്കുക. ഇതൊക്കെയാണ് ഈ സൂറത്തു ശുആറാഇൻ്റെ മൊത്തം ആയത്തുകളിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ ബാക്കി തന്നെയാണ്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. വഇന്നഹു നിശ്ചയം അത്, അതായത് ഈ ഖുർആനിനെ പറ്റിയാണ് പറയുന്നത്. ഖുർആനിലാണല്ലോ ഇതിൻ്റെ മുമ്പ് ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രവും അവരുടെ സമൂഹം നിഷേധിച്ചതും അവർക്ക് അതുകൊണ്ടുണ്ടായ ശിക്ഷയുമൊക്കെ. ഇതൊന്നും അറബ് സമൂഹം, ഖുർആനിൻ്റെ സംബോധിതരായ ഖുറൈശികൾ പറഞ്ഞു വരുന്ന കഥകളല്ല. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആനിൽ കൂടി ഓതിക്കൊടുത്തപ്പോൾ അതറിയുന്ന ഒരു ജനവിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അതാരാണ്? അഹ്ലുൽ കിതാബ്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ, അതുപോലെ നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരുപാട് നബിമാരുടെ സംഭവങ്ങളും അവർ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണങ്ങളും, ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം അവർ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണങ്ങളും അതൊക്കെ ഖുർആൻ വിവരിച്ചപ്പോൾ ഇതൊന്നും ഈ അക്ഷരജ്ഞാനമില്ലാത്ത മുശ്രിക്കുകളായ മക്കയിലെയും പരിസരത്തെയും അറബികൾക്കറിയില്ല. എന്നാൽ ഇതറിയുന്ന ആളുകൾ മദീനത്തും പരിസരങ്ങളിലും ഉണ്ടായിരുന്നു, അഹ്ലുൽ കിതാബ്. അവരുമായി ഇവർക്ക് ബന്ധമുണ്ട്. അങ്ങനെ ഈ പറയുന്നത് ശരിയാണ് എന്ന് അഹ്ലുൽ കിതാബുകൾ മക്കക്കാരോട് പറഞ്ഞിരുന്നു. ഒറ്റപ്പെട്ട വറഖത്ത് ബിൻ നൗഫൽ ഇനെപ്പോലെയുള്ള
കഅബുൽ അഹ്ബാറിനെ പോലെയുള്ള കുറേ ആളുകൾ ഈ ഈ ചരിത്രങ്ങളൊക്കെ ഖുർആനിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ചരിത്രങ്ങൾ കഴിഞ്ഞു പോയ സമുദായത്തിൽ ഉണ്ടായത് തന്നെയാണ് എന്ന് ബോധ്യമുള്ള കുറച്ചെങ്കിലും മക്കക്കാരും അവിടെ ഉണ്ടായിരുന്നു. അതും അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചരിത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം പറയുന്നത് വ ഇന്നഹു, തീർച്ചയായും ഈ ഖുർആൻ ലതൻസീലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു ഇറക്കിത്തന്നത് തന്നെയാണ്. അള്ളാഹു എന്നെ ഉറപ്പിച്ച് പറയാണ് ഈ ഖുർആന് ഇന്നാന്ന് പറഞ്ഞ ഒരു കാര്യം ശക്തി കൂട്ടി പറയാനാണ് ഇന്ന പറയാം. ഇന്നൻ്റെ ശേഷം ഒരു ലാമും കൂടി വന്നാൽ ഇപ്പോൾ വഹുവ തൻസീലു റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മതി. ഈ ഖുർആൻ അലി വൽ ഖുർആനു തൻസീലു റബ്ബിൽ ആലമീൻ, ഖുർആൻ റബ്ബുൽ ആലമീൻ ഇറക്കിയതാണ് എന്ന് പറഞ്ഞാൽ ആശയം കിട്ടും. പക്ഷെ തീർച്ചയായും എന്ന ഇന്ന പറഞ്ഞു, പിന്നെ ല എന്നും കൂടി പറയുമ്പോൾ രണ്ട് നിലക്ക് ശക്തിപ്പെടുത്തി. അപ്പോൾ അതാണ് വ ഇന്നഹു, തീർച്ചയായും ഈ ഖുർആൻ ലതൻസീലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ്റെ അവതരണം തന്നെയാണ്. ഇത് മുഹമ്മദ് നബി മക്കക്കാരുടെ ഇടയിൽ ഇങ്ങനെ തട്ടിമുട്ടി വളർന്ന ആളാണ്, വേറെ നാട്ടിലേക്കൊന്നും പോയിട്ടില്ല. അവൻ നബിക്ക് എത്രത്തോളം അറിവുണ്ട് എന്ന് മക്കൾക്കാർക്കറിയാം, ഖുർആനിൻ്റെ സംബോധിതരായ ഖുറൈശികൾക്കറിയാം ഇയാൾ അവിടെ പോയി എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് എവിടൊക്കെയോ പോയി പഠിച്ച ആളുകളെപ്പോലെയാണ് ഇദ്ദേഹം മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്നത്. എന്നിട്ട് ചരിത്രം പറയാൻ മാത്രമല്ല, മൂപ്പരങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ലൂത്ത് നബിൻ്റെ സമൂഹത്തിനെ കാണാറില്ലേ, ഇങ്ങോട്ട് പോകുമ്പോൾ സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം നശിപ്പിച്ച് കാണില്ലേ, അപ്പുറത്ത് കൂടി യമനക്ക് പോകുമ്പോൾ ആദ്യ സമൂഹം നശിപ്പിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെ അങ്ങനെ നബി അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ശരിയാണ് എന്ന് അഹ്ലു കിതാബുകൾ സ്വകാര്യമായിട്ടെങ്കിലും മക്കാക്ക് മുശരിക്കുകളോട് പറയാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒറ്റപ്പെട്ട ഈ അഹ്ലു കിതാബുകളിൽ നിന്ന് ഇൽമ് കിട്ടിയവർ ഇത് അംഗീകരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പാണ് ഖുർആൻ തൻസീലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ ഇറക്കി തന്നതാണ്. അത് മുഹമ്മദ് നബി പറയുന്നതല്ല. അടില്ല, തൻസീലുല്ലാഹി എന്നല്ല, അള്ളാഹിൻ്റെ തൻസീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ പോലും, അവർക്ക് പോലും ഖുർആൻ ബാധകമാണ്. റബ്ബുൽ ആലമീനിൻ്റെ തൻസീലാണെന്ന്. ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, അതിൽ അള്ളാഹിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും എല്ലാ ജാതി വർഗ വിഭാഗങ്ങളും എല്ലാവരെയും ബാധിക്കുന്ന ഒറ്റ വാക്കാണ് റബ്ബുൽ ആലമീൻ. അപ്പോൾ റബ്ബുൽ ആലമീൻ എല്ലാ ലോകത്തെയും സൃഷ്ടിച്ച മനുഷ്യന്മാരുടെ റബ്ബായ അള്ളാഹു ഇറക്കി തന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗം മക്കക്കാരോ അറബികളോ അവർക്ക് മാത്രമുള്ളതല്ല. ആലമീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, ആലമീങ്ങൾ ലോകരെ എവിടെയുള്ളോ അവർക്കൊക്കെയുള്ള തൻസീലാണ്. ഉറപ്പാണ് ഈ വിഷയം. അത് തൻസീൽ അല്ലെങ്കിൽ മുഹമ്മദ് ഇങ്ങനൊന്നും പറയാൻ മുഹമ്മദിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് റബ്ബുൽ ആലമീനിൻ്റെ തൻസീലാണ്. നസല ബിഹി, ആ ഖുർആനും കൊണ്ട് ഇറങ്ങി വന്നത് റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവാണ്. റൂഹുൽ അമീൻ എന്ന് ഖുർആൻ പറയുന്നതും റൂഹുൽ ഖുദ്സ് എന്ന് പിന്നെ മറ്റൊരു വാക്കിൽ പറയുന്നതും വിശുദ്ധ ആത്മാവ് എന്നാണ് റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ. റൂഹുൽ അമീൻ എന്ന് പറയണമെങ്കിൽ വിശ്വസ്താത്മാവ് എന്നാണ്. അത് ജിബ്രീൽ അലൈഹി സ്വലാമിനെ പറ്റിയാണ് റൂഹുൽ അമീൻ, റൂഹുൽ ഖുദ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റൂഹുൽ അമീൻ വിശ്വസ്തനായ, ഒരിക്കലും കളങ്കമില്ലാത്ത ആ കഴിഞ്ഞകാല സമുദായത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത ജിബ്രീലാണ് ആ ജിബ്രീലാണ് ഈ ഖുർആൻ കൊണ്ട് ഇറങ്ങി വന്നത്. നിങ്ങൾ സംശയിക്കണ്ട, ജിബ്രീലാണ് ഇത് ഇറങ്ങി വന്നത്. നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിൻ്റെ മേൽ ഈ ആശയവുമായി റൂഹുൽ അമീനാണ് ഇറങ്ങി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് കൊടുക്കുകയാണ്. അലാ ഖൽബിക എന്ന് പറഞ്ഞാൽ കൽബിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറയുന്നുണ്ട്, എനിക്ക് 2 രൂപത്തിലാണ് വഹ്യ് കിട്ടൽ, 3 രൂപത്തിൽ. ഒന്ന് സ്വപ്നത്തിൽ കൂടി, അമ്പിയാക്കന്മാരുടെ സ്വപ്നം ഹക്കാണ്, സത്യമാണ്, സ്വപ്നത്തിൽ കൂടി. മറ്റൊന്ന്
വ അഹ്യാനൻ യഅ്തീനി മിസ്ല സ്വൽസലത്തിൽ ജറസി, ഒരു മണിമുഴക്കം പോലെ എനിക്കിങ്ങനെ അനുഭവപ്പെടും ഒരു ശബ്ദം. അത് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതായിരിക്കും. ആ മണിമുഴക്കത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ഞാൻ ആകെക്കൂടിയും പരിഭ്രമിച്ച് വിറച്ച് എൻ്റെ ഭാവമൊക്കെ മാറി ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളിൽ നിന്നങ്ങോട്ട് ആണ് വേറിട്ട് പോകുന്ന ഒരു മുഖഭാവം പ്രവാചകനിൽ സഹാബിമാർ കണ്ടിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായത് വഹി വരികയാണ്. ആ അതാണ് കഴിഞ്ഞാൽ, ആ വഹി വന്ന് കഴിഞ്ഞാൽ നബി ഇങ്ങനെ വിയർത്തൊലിച്ച് ഉറക്കിൽ നിന്ന് ഒരു ബോധക്ഷയത്തിൽ നിന്ന് ഉണർന്ന പോലെ ഉയർത്തൊലിച്ചിട്ട് നബി ഇങ്ങനെയാണ് കണ്ണ് നീറ്റ് പറയും. ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കും. നബിയുടെ കൽബിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇട്ട് കൊടുക്കലാണ്. നസല ബിഹി അർ-റൂഹുൽ അമീൻ അലാ ഖൽബിക, നിൻ്റെ ഹൃദയത്തിൻ്റെ മേൽ. മൂന്നാമതൊരു രൂപത്തിൽ വരൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിലോ അല്ലെങ്കിൽ മലക്കിൻ്റെ രൂപത്തിലോ വന്നുകൊണ്ട് നബിക്ക് നേർക്കുനേരെ ചൊല്ലിക്കൊടുക്കും. ഇപ്പം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നത് മലക്കിൻ്റെ രൂപത്തിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിക്ക് ഓതി കൊടുത്തതാണ് ഹിറാ ഗുഹയിൽ വെച്ച്. എന്നാൽ ചില വിഷയങ്ങളൊക്കെ മനുഷ്യരൂപത്തിൽ വന്നിട്ടും നബിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, യഹ്സാനും യൗമുൽ ആഖിറും അങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ. ദഹയ്യത്തുൽ കൽബിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. നബിയും സഹാബിമാരും പള്ളിയിലിരിക്കുമ്പോൾ ഒരാളിങ്ങനെ സലാം ചൊല്ലി കടന്നു വന്നു. ആ കടന്നു വന്നിട്ട് ആ വന്ന സ്ഥലം വരെ ചരിത്രത്തിൽ കാണാം. ഇന്ന് റൗള ഷരീഫ് ഉള്ളതിൻ്റെ വലതുഭാഗത്ത ഒരു വാതിൽക്കൽ കൂടി ഒരാൾ കയറി വന്ന് സലാം ചൊല്ലി നബിയെ കാണണമെന്ന് പറഞ്ഞ നബിയുടെ അടുക്കൽ കാൽമുട്ടും ചേർത്ത് വെച്ചിരുന്നു. എന്നിട്ട് ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം ഒക്കെ ചോദിച്ചറിഞ്ഞു, ഇഹ്സാനിനെ പറ്റി ചോദിച്ചറിഞ്ഞു. ഒക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഖിയാമത്ത് നാൾ എന്നാണ് ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല, നിങ്ങളെ മാതിരി തന്നെ എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ച് അതേ വഴിക്കൽ തന്നെ ഇറങ്ങിപ്പോയി. അദ്ദേഹം പോയതിന് ശേഷം ജിബ്രീൽ നബി ചോദിച്ചു, ആരാ വന്നത് നിങ്ങൾക്കറിയുമോ? ബാബു ജിബ്രീൽ എന്ന് പറയുന്ന ഒരു വാതിൽ അവിടെ ഉണ്ട്. അപ്പോൾ ആ വാതിൽ അങ്ങനത്തെ ഒരു പേരിലൊരു വാതിലുണ്ട്. അത് ആ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അത് റൗള ഷരീഫിൻ്റെ വലതുഭാഗത്താണ് അതുള്ളത്. ആ നബി പറഞ്ഞു, അല്ല സാഹിബിമാരോ ഞങ്ങൾക്കറിയില്ല ആരാന്ന്. പക്ഷെ അവർ പരസ്പരം പറഞ്ഞു പിന്നീട് ദഹിയത്തുൽ കൽബിയറ്റാണ് എന്ന് തോന്നുന്നുണ്ട്. ദഹിയത്തുൽ കൽബി എന്ന് പറഞ്ഞാൽ കെൽബ് ഗോത്രത്തിലെ ദഹിയാത്തുബിന് അമ്ര എന്നിട്ട് പറയുന്ന ഒരു സഹാബി. അയാൾ അപൂർവമായി മാത്രം വരുന്ന ബദുവാണ്. അവിടെ അങ്ങകലെ താമസിക്കുന്ന ആളാണ്. അയാളുടെ ഒരു കട്ട്, മുഖത്തിൻ്റെ ഫേസ് കട്ടുണ്ട് ഇദ്ദേഹം. ആ വലിപ്പവും ഇതും നിറവും കോലം എന്നൊക്കെ അവരിങ്ങനെ അടക്കം പറഞ്ഞു. ദഹ്യത്തുൽ കൽബിയാണ് എന്നല്ല പറഞ്ഞത്, അദ്ദേഹത്തെ പോലെയുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ജിബ്രീൽ അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും. ജിബ്രീലാണ് ആ വന്നത്, നിങ്ങളുടെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം മനുഷ്യരൂപത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, മലക്കിൻ്റെ രൂപത്തിലും വന്നിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ മണി മുഴങ്ങുന്ന ശബ്ദത്തോടുകൂടി നബിക്കൊരു ഭാവമാറ്റം ഉണ്ടാകുമ്പോൾ ജിബ്രീൽ വന്ന് വഹയി കൽബിലേക്ക് അല കൽബിക്ക, താങ്കളുടെ കൽബിലേക്ക് ഇറക്കിത്തരും. അതാണ് ഇവിടെ പറയുന്നത്, നസല ബിഹിർ റൂഹുൽ അമീൻ അല കൽബിക്ക, താങ്കളുടെ ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൻ്റെ മുകളിൽ ഈ ഖുർആനും കൊണ്ട് ഹൃദയത്തിൻ്റെ മേൽ വിശ്വസ്തനായ റൂഹുൽ അമീൻ ഇറങ്ങി വന്നതാണ്. ലി തകൂന മിനൽ മുൻദിരീൻ, നീ ഇന്ദാർ താക്കീര് നൽകുന്നവരിൽ പെടാൻ വേണ്ടി, താക്കീര് നൽകുന്നവനാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ ജിബ്രീൽ ഇറങ്ങി വന്ന് പഠിപ്പിക്കുമ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടും, നിങ്ങളുടെ ജീവിതം തന്നെ കേടായിത്തീരും, അപകടത്തിലാകും. നിങ്ങളുടെ ജീവിതം നല്ല നിലക്കാവണമെങ്കിൽ ഈ ഖുർആനിൻ്റെ കൽപ്പന സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താക്കീര് നൽകുന്നവരുടെ കൂട്ടത്തിലാകാൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഏത് അത് പിന്നെ അലിഫ് ലാം മീം തുടങ്ങിയിട്ടുള്ള
ഒറ്റ വാക്കുണ്ടല്ലോ, അലിഫ് കാഫ് ഹാ യാ ഐൻ സ്വാദ്, അലിഫിലാം റാ, അലിഫിലാം സ്വാദ്, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ ഖാഫ്, നൂൻ, ഇത്തരം ഒറ്റ അക്ഷരങ്ങൾ ഖുർആനിലുണ്ട്. അതിൽ പ്രാമാണികരായ മുഫസ്സിറുകളൊക്കെ അതിന് അള്ളാഹു അഅലം ബി മുറാദിഹി, അള്ളാഹുവിനറിയാം എന്താണ് പറഞ്ഞത് എന്ന്. അതിൽ വേറെ ആശയങ്ങളൊന്നുമില്ല. കാരണം അക്ഷരങ്ങൾ ഒറ്റ ഒറ്റ, അലിഫ് ലാമ് മീമ്, അതാണ്. അലമാന്നാണെങ്കിൽ വേദനിച്ചു എന്നർത്ഥം. അലിഫു ലാമും മീമും കൂടിയിട്ട് അതൊരു പദമാണ്. അലമ എന്ന് പറയുകയാണെങ്കിൽ വേദനിച്ചു എന്നൊരർത്ഥമുണ്ട്. അതുപോലെ വേറൊരർത്ഥം കൂടി ഉണ്ട്, അലമ വിചാരിച്ചു, കരുതി എന്നൊക്കെ. പക്ഷെ അതല്ല അലിഫ് അലമാന്നോ അലംന്നോ അല്ല. അലം എന്ന് പറഞ്ഞാൽ അല്ലയോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അവിടെ അലം അല്ലയോ, ലമ്മിൻ്റെ കൂട്ടത്തിൽ അതിനോട് ഇസ്തിഫാം, ഒരു ചോദ്യചിഹ്നം ചേർത്തതാണ്, ചോദ്യ അക്ഷരം. അലം അല്ലയോ, അലം തറ നീ കണ്ടില്ലയോ. അപ്പം അതൊന്നുമല്ല, ഇത് അലിഫ് ലാമ് മീമ്. ഇനി നോക്കൂ, കാഫ് ഹാ യാ ഐന് സ്വാദ്, അങ്ങനെ തന്നെയാണ് നബി പഠിപ്പിച്ച്. നേരെ മറിച്ച് കാഫും ഹാവും കഹ കഹ സ്വാ എന്ന് പറഞ്ഞൊരു സാധനം അറബി പദത്തിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറഞ്ഞത് അള്ളാഹു അഅലം ബി മുറാദി, അള്ളാഹ്ക്ക് അറിയാം എന്താണ് ആ അക്ഷരങ്ങൾ കൊണ്ട് ഖുർആൻ ആരംഭിച്ചത് എന്ന് പഠിച്ചോനേ അറിയുള്ളൂ. കുറേ ആളുകൾ പറഞ്ഞു ഇത് അറബികളോടുള്ള ഒരു വെല്ലുവിളിയാണ് ആ അക്ഷരങ്ങൾ. എന്താ വെല്ലുവിളി? അറബികൾ സംസാരിക്കുന്ന അവരുടെ മാതൃഭാഷയിലുള്ള അക്ഷരങ്ങളാണ് ഈ കാഫ് ഹാ ഐന് യാ ഐന് സ്വാദ് എന്നൊക്കെ പറഞ്ഞ അലിഫ് ലാമ് മീമൊക്കെ. ആ നിങ്ങളെ മാതൃഭാഷയിൽ നിങ്ങൾ സംസാരിക്കുന്ന അക്ഷരങ്ങളെ കൊണ്ട് തന്നെയാണ് ഖുർആനും അല്ലാഹു തആല ഘടിപ്പിച്ചു വെച്ചത്. എന്നാൽ ഈ ഖുർആനിൻ്റെ മാതിരിയുള്ളൊരു ഖുർആങ്ങൾ പറയും, അതൊരു വല്ലാത്തൊരു വെല്ലുവിളിയാണല്ലോ. ഇപ്പം മലയാളത്തിലെ അക്ഷരങ്ങൾ ചേർത്തിട്ട് ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അവിടെ നമ്മളോട് പറയാം ഈ അക്ഷരങ്ങൾ ചേർത്ത് നിങ്ങൾ മലയാളികളായ നിങ്ങൾ വേറെ ഇതുപോലത്തെ ഒന്ന് പറയുമെന്ന് പറയുമ്പോൾ അത് നമുക്ക് കഴിയണില്ല എന്ന് പറയുന്നത് അത്ഭുതം തന്നെയല്ലേ. മക്കക്കാർക്ക് കഴിഞ്ഞില്ലോ. നബിയെ എന്തെല്ലാം അവർ 23 കൊല്ലം നബിയെ എന്തെല്ലാം അവർ യുദ്ധങ്ങളുണ്ടായി, പീഡനങ്ങളുണ്ടായി, വ്യക്തിപരമായി ഉപദ്രവിച്ചു, തോന്നിവാസങ്ങൾ പറഞ്ഞു, കവിത ചൊല്ലി പ്രചരിപ്പിച്ചു, നബിയെ എതിർക്കാൻ വേണ്ടി എല്ലാം ചെയ്തു, മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി. എന്നാൽ അതിനേക്കാളൊക്കെ എളുപ്പമുണ്ടായിരുന്നല്ല ഖുർആൻ. അതാ അയാളെ വലിയ കാര്യം. ഖുർആൻ ഇതാ പിടിച്ചോ, ഒരായത്ത്, ഒരു സൂറത്ത്, അത് അവർക്ക് കഴിഞ്ഞില്ലോ. എന്തിനാ നബി വെല്ലുവിളിച്ചല്ലോ. ഫൈല്ലം എന്താണ്, കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഒരു സൂറത്തുകൾ കൊണ്ടുവരി, ഇതുപോലത്തെ ഒരു സൂറത്ത്. എന്നിട്ട് പറയും മുഹമ്മദ് നബിൻ്റെ മാതിരി ഞങ്ങൾക്കും കഴിയുന്നു. അപ്പം നിങ്ങൾക്ക് കഴിയണില്ല. നിങ്ങളെ ഭാഷയും മുഹമ്മദ് നബിൻ്റെ ഭാഷയും ഒന്നാണ്. നിങ്ങൾ 2 കൂട്ടർ ഒരു നാട്ടിൽ ജനിച്ചു വളർന്നോല. പക്ഷെ നബി പറയേണ്ട മാതിരി ഒരു സൂറത്ത്, ഒരു 10 ആയത്തെങ്കിലും നിങ്ങൾ പറയും. അപ്പോൾ അതിൻ്റെ വെല്ലുവിളിയാണ് എന്നാണ് ഇത് പറയുന്നത്. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഇപ്പോൾ ഈ റഷാദ് ഖലീഫനെ പോലെയുള്ള ആളുകൾ വെറുതെ ചിന്തിച്ച് പറയാണ് അലിഫ് ലാമ് മീമ് എന്ന് പറഞ്ഞാൽ, അലിഫ് എന്ന് പറയുന്നത് എന്താണ് അള്ളാഹു, ലാമ് എന്ന് പറയുന്നത് ജിബ്രീൽ, മീമ് എന്ന് പറഞ്ഞത് മുഹമ്മദ്. പിന്നെ അങ്ങനെയാണെങ്കിൽ അലിഫ് ജീമ് മുഹമ്മദ് അല്ല വേണ്ടത്, എല്ലാ വാക്കിൻ്റെ ആദ്യമല്ല തുടങ്ങേണ്ടത്. അതൊന്ന്. ഇനിയിപ്പോൾ അത് പോട്ടെ, ഇനി അത് അള്ളാഹിൻ്റെ തുടക്കവും മുഹമ്മദ് നബിൻ്റെ തുടക്കവും ജിബ്രീലിൻ്റെ ഒടുക്കുവാണ് എന്ന് വിചാരിക്കാൻ സങ്കല്പിക്കുക. എന്നാലോ നൂന് പറഞ്ഞാൽ എന്താ, അതിനെന്താ വ്യാഖ്യാനം പറയാം? അലിഫുലാമ് മീമും പോലെ പോലെ അവിടെ പിടിച്ച് വിചാരിക്കുക. കാഫ് ഹായ ഐൻ സ്വാദിന് എന്താ വ്യാഖ്യാനം അന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ഖുർആനിനെ നമുക്ക് അറിയാത്ത മുത്തശാബിഹ് എന്ന് സൂറത്ത് ആൽ ഇമ്രാനിൽ പറഞ്ഞിട്ടുണ്ട്. മുത്തശാബിഹാണ്, നമുക്ക് എന്താണെന്ന് തിരിച്ചറിയില്ല. പടച്ചോൻ പറഞ്ഞത് നമ്മൾ കേൾക്കുക എന്നുള്ളേ ഉള്ളൂ. ആവട്ടെ. ഇനി ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, ഇത് നിൻ്റെ ഹൃദയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം, ലിസാൻ എന്ന് പറഞ്ഞാൽ 2 അർത്ഥം ലിസാനുണ്ട്. ഒന്ന് നാവ്, മറ്റൊന്ന് ഭാഷ. അത് രണ്ടും ഒരേ തന്നെയാണ്. ഭാഷ പറയണമെങ്കിൽ നാവ് ആണല്ലോ. അപ്പം ബിലിസാനിൻ അറബിയ്യിൻ, അറബി ഭാഷയിൽ, മുബീൻ വ്യക്തമായ അറബി ഭാഷയിൽ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നിലേക്ക് ഇറക്കി തന്നതാണ്. അതായത്
പച്ച മലയാളത്തിലാണ് നിങ്ങൾക്ക് ഇറക്കി തന്നത് എന്ന് നമ്മൾ പറയേണ്ട മാതിരിയാണ്. പച്ച മലയാളത്തിലാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ മാതിരിയാണ്. അറബികൾ ലിസാനുൻ അറബിയുൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ സംസാരിക്കുന്നവരാണ് ഖുറൈശികൾ. അറബി ഭാഷയ്ക്ക് ഒരുപാട് ശൈലികളുണ്ട്, ഒരുപാട് ശൈലികൾ. ഇപ്പം ലബനാനികൾ സംസാരിക്കുന്ന അറബിയല്ല ഇറാഖികൾ സംസാരിക്കുന്നത്, ഇറാഖികൾ സംസാരിക്കുന്ന അറബിയല്ല. ഈ രാഷ്ട്രങ്ങൾ, ഓരോ രാഷ്ട്രത്തിലുള്ള അറബി ഭാഷയുടെ സംസാര ശൈലികളൊക്കെ വ്യത്യസ്തമാണ്. നമുക്കത് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, കൊച്ചു കൊച്ചു രാജ്യങ്ങളിൽ അറബി ഭാഷ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഒന്നും ഭാഷ അറബിയാണെങ്കിലും അലിഫ് ബാ താ എന്ന അറബി ഭാഷയാണെങ്കിലും ആ ശൈലി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ ഖുർആൻ സംസാരിക്കുന്ന ഖുർആനിൻ്റെ ഭാഷ ശുദ്ധ അറബിയാണ്. അത് മക്കയിലും പരിസര ഹിജാസിലുള്ള ആ അറബിയാണ് ശുദ്ധ അറബി. അത് ചരിത്രം നമുക്ക് അറബികളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. യമൻ തീരത്തൊക്കെയാണ് അറബികൾ ജനിച്ചു വളരുന്നത്. അറബികളുടെ അസ്ല് യമനാണ്. യമൻ എന്ന് പറയുന്നത് വളരെ ചരിത്രാതീത കാലം മുതൽ തന്നെ യമൻ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥം വന്നിരുന്ന ഒരു പോർട്ടാണ് യമൻ എന്ന് പറയുന്നത്. ഒരു തീര കച്ചവട കേന്ദ്രമാണ് യമൻ. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള ആളുകളൊക്കെ വന്ന് യമനിലുള്ള ആളുകളുമായി ഇടകലർന്നപ്പോൾ ഈ ഭാഷയിലും അവരുടെ ഭാഷ കൂടിക്കലർന്നിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് പോയി നോക്കിയാൽ 7 ഭാഷകളോ ഒറ്റ കൂടിക്കലർന്നിട്ടുള്ള മലയാളമാണെന്നാണ് പറയുന്നത്. അല്ലേ, ഏതായിരുന്നാലും നമുക്ക് മനസ്സിലാകാത്ത മലയാളം പോലും പറയില്ല. കാരണം ആ സമ്പർക്കമാണ്. അപ്പോൾ ആ സമ്പർക്കമില്ലാതെ നബിയുടെ വല്യാപ്പ അദ്നാനാണല്ലോ നബിയുടെ 20ാമത്തെ വാപ്പ. ആ നബിയുടെ കുടുംബത്തെ അവിടുന്ന് ഇങ്ങനെ ആ അറബി ഭാഷയുടെ അസ്ല് ഉണ്ടായ ആ നാട്ടിൽ നിന്ന് മെല്ലെ ഉൾഭാഗത്തേക്ക്, ജസീറത്തുൽ അറബിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരിക്കലും മറ്റു ഭാഷക്കാരുമായി ഇടകലരാത്ത ഈ ഹിജാസിൽ കൊണ്ടുപോയിട്ടാണ് അവർ താമസിക്കുന്നത്. അവിടെയാണ് ശുദ്ധ അറബി ഉള്ളത്. കാരണം ഒരു ജനങ്ങളുമായിട്ടും ബന്ധപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ശുദ്ധ അറബി ഭാഷ, ലിസാനുൻ അറബിയും മുബീൻ എന്ന് സംസാരിക്കുന്ന ഖുറൈശികളുടെ ഭാഷയാണ് ഏറ്റവും സുഖമുള്ള ഭാഷ. ഇന്ന് ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളിലും, ഒരുപാട് രാഷ്ട്രങ്ങളിൽ അറബി ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിലും ഖുർആനിൻ്റെ ഭാഷ തിരിയാത്ത ഒറ്റ അറബി രാജ്യക്കാരുമില്ല. കാരണം അത് എന്നാൽ ആ രാജ്യക്കാരുടെ ഭാഷ ഇവർക്ക് മനസ്സിലാവട്ടില്ലേനും. ഇപ്പം ലബനാൻ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇസ്രായേലിലടക്കം അറബി സംസാരിക്കുന്നുണ്ട്. ആ അറബി ഖുറൈശികൾക്ക് മനസ്സിലാവില്ല, എന്നാൽ ഖുറൈശികളുടെ അറബി അവർക്ക് മനസ്സിലാവും. അപ്പം ഖുർആനാണ് അറബി ഭാഷയെ, ലിസാനുൻ അറബിയും മുബീൻ നിലനിർത്തുന്നത് ഖുർആനാണ്. ഖുർആനിൻ്റെ ഭാഷയാണ് സ്ഫുടമായ അറബി ഭാഷ. അതാണ് ആ ഖുർആനിൻ്റെ വ്യക്തമായ ഭാഷയിൽ ഇറങ്ങിയതാണിത്. എന്നിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? നിങ്ങളെ വ്യക്തമായ ഭാഷയല്ലേ എന്നാ പറയുന്നത്. ബിലിസാനിൻ അറബിയും മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഖുർആൻ ഇറക്കിയത്. വ ഇന്നഹു, തീർച്ചയായും ഈ ഖുർആൻ ഇത് ലഫീ സുബുരിൽ അവ്വലീൻ, പൂർവികന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് തന്നെയാണ്. സുബർ എന്ന് പറഞ്ഞാൽ സബൂർ എന്ന് പറഞ്ഞാൽ പത്രികകൾ, ഏടുകൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ പേരിലാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥത്തിന് സബൂർ എന്ന് പേര് വന്നത്. ഗ്രന്ഥം, കിതാബ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. സൊഹഫും ഏടനാണ്. സൊഹഫ്, സബൂർ, കിതാബ് ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ഏടുകളാണ്, പത്രികകൾ എന്നാണ് അതിന് പറയാം. അപ്പം സുബുറുൽ അവ്വലി എന്ന് പറഞ്ഞാൽ പൂർവികന്മാരുടെ ഏടുകൾ. നമ്മൾക്ക് 4 ഏടുകളെ പറ്റി, 4 ഗ്രന്ഥങ്ങളെ പറ്റി അറിയുള്ളൂ എങ്കിലും അതല്ലാത്ത പല നബിമാർക്കും ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന ഹാദാ ലഫി സൊഹഫിൽ ഊല സൊഹഫി ഇബ്രാഹീമ വ മൂസ. മൂസാ നബിൻ്റെ ഏട് നമുക്കറിയാം, തൗറാത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഗ്രന്ഥം ഏതാ നമുക്കറിയില്ല. അപ്പോൾ ഈ സുബുർ, അവ്വലീങ്ങളായ പൂർവികന്മാരായ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് തന്നെയാണ് ഖുർആനിലുള്ളത്.
അതായത് അടിസ്ഥാനപരമായിട്ട് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ മുൻകഴിഞ്ഞ എല്ലാ വേദഗ്രന്ഥങ്ങളിലും അല്ലാഹു തആല പറഞ്ഞത് തന്നെയാണ്, പുതുമയൊന്നുമില്ല. ഇനി വേറൊന്നും കൂടി ഇതിനൊരർത്ഥമുണ്ട്. അതായത് ഖുർആന് മറ്റുള്ള വേദഗ്രന്ഥങ്ങളിലുള്ളത് തന്നെയാണ്, ഖുർആൻ എന്ന് പറഞ്ഞ ആശയമൊക്കെ ഒന്ന് തന്നെയാണ് എന്നർത്ഥം. അതായത് അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കണം, അള്ളാഹുവിൻ്റെ നബിമാരെ അനുസരിച്ച് ജീവിക്കണം. അതല്ലേ എല്ലാ നബിമാരും പറഞ്ഞത്, ഒന്ന് തന്നെയാണ്. ഇനി ഇന്നഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ പ്രവാചകൻ, വേറൊരർത്ഥം അതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ രണ്ടും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു തീർച്ചയായും ആ പ്രവാചകൻ ലഫീ സുബുരിൽ അവ്വലീൻ പൂർവികന്മാരുടെ ഏടുകളിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താ? പൂർവികന്മാരുടെ വേദഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് വരാനിരിക്കുന്ന മുഹമ്മദ് എന്ന പ്രവാചകനെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുസദ്ദിഖം ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്ന് പേരുള്ള എൻ്റെ ശേഷം വരുന്ന ഒരു പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അവരെ വേദത്തിലൊക്കെ അഹ്മദ്, മുഹമ്മദ് എന്ന പ്രവാചകനെ പറ്റി വിവരങ്ങളുണ്ട്. അങ്ങനെ അപ്പോൾ ഈ പ്രവാചകൻ വേറിട്ടുള്ള അല്ല പൂർവികന്മാരുടെ ഏടുകളിൽ ഉള്ള ആൾ തന്നെയാണ് എന്നോ, അല്ലെങ്കിൽ ഈ ഖുർആൻ ഇതിലുള്ള കാര്യങ്ങൾ പൂർവികന്മാരുടെ ഏടുകളിൽ ഉള്ളത് തന്നെയാണ് എന്നും രണ്ട് വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടും ശരി തന്നെയാണ്. ഇനി അവലം യകുല്ലഹും ആയത്തൻ, അവർക്ക് ദൃഷ്ടാന്തമായി കൂടെ അൻ യഅലമഹു ഉലമാഉ ബനി ഇസ്രായീൽ, ആ ഖുർആനിനെ അല്ലെങ്കിൽ ആ പ്രവാചകനെ ഇസ്രായേലിലെ പണ്ഡിതന്മാർക്ക്, ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർക്ക് അറിയും എന്നത് തന്നെ അവർക്ക് ദൃഷ്ടാന്തമല്ലയോ എന്നാണ്. മുഹമ്മദ് നബിയെപ്പറ്റി ഇസ്രായേൽ പണ്ഡിതന്മാർക്ക്, പൂർവിക വേദഗ്രന്ഥം നൽകപ്പെട്ട ഇസ്രായേലർക്ക് മുഹമ്മദ് നബിയെ അറിയാം എന്നത് മുഹമ്മദ് നബി സത്യവാനാണ് എന്നതിൻ്റെ തെളിവല്ലേ, ആയത്തല്ലേ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണത്. അതായത് മുഹമ്മദ് എന്ന പ്രവാചകൻ മക്കയിൽ വരാനുണ്ട് എന്ന് യഹൂദുകളുടെയും നസാറാക്കളുടെയും വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ അവരെ പണ്ഡിതന്മാർ ഒരു പ്രവാചകനെ കാത്തിരുന്നിരുന്നു. അവർ ഒരു പ്രവാചകൻ വരുന്നത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വിഷയം, ആ പ്രവാചകൻ വന്നു നോക്കും. വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മാ ജാഅഹും മാ അറഫു കഫറു ബിഹി. അതാണ് വകാനൂ മിൻ ഖബ്ലു, അഹ്ലു കിതാബിൻ്റെ ആളുകൾ മുമ്പ് യസ്തഫ്തിഹൂന, ഞങ്ങൾ വിജയിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു. അലല്ലദീന കഫറു, സത്യനിഷേധികൾക്കെതിരിൽ, മക്കയിലെ മുശ്രിക്കീങ്ങളായ കാഫറുകൾക്കെതിരിൽ അവർ വിജയം അഭിമാനിച്ച് അവകാശപ്പെട്ടിരുന്നു. എങ്ങനെ ഒരു നബി വരും, ആ നബി വരുമ്പോൾ ഞങ്ങളെ നബിമാർ മൂസാ നബിൻ്റെ ഈസാ നബിൻ്റെ ഒക്കെ ബാക്കി തന്നെയാണ് നബി, ആ നബിൻ്റെ കൂടെ കൂടിയിട്ട് നിങ്ങളുമായി ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു അവരെ. പക്ഷെ എന്താ, ഫലമ്മാ ജാഅഹും മാ അറഫു, അവർക്ക് നേരത്തെ അവർ മനസ്സിലാക്കിയ ആ പ്രവാചകൻ വന്നപ്പോൾ കഫറു ബി, അദ്ദേഹത്തെ നിഷേധിച്ചു. കാരണം ഇത് ഞങ്ങളെ ബാപ്പാൻ്റെ താവഴിപ്പെട്ടതല്ല, ഞങ്ങളെ ബാപ്പ ഇസ്ഹാഖ് നബിൻ്റെ യാക്കൂബ് നബിൻ്റെ താവഴിയിലല്ല, ഇത് ഞങ്ങളെ വല്യാപ്പാൻ്റെ അടിമപ്പെണ്ണായ ആജറയിൽ ഉണ്ടായതാണ്, ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പം അതാണ് അവലം യകുല്ലഹും ആയത്തൻ, അവർക്ക് ഒരു ദൃഷ്ടാന്തമായി കൂടെ ഐ യഅലമഹു, ഇദ്ദേഹത്തെ അറിയുമെന്നത് ഉലമാഉ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർക്ക്, ബനു ഇസ്രായേലിയുടെ പണ്ഡിതന്മാർക്ക് ഈ മുഹമ്മദ് നബിയെ അറിയാ എന്നത് അവർക്ക് ദൃഷ്ടാന്തമായി കൂടെ. നമ്മൾ സൂറത്തുൽ കഹ്ഫ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ മുഹമ്മദ് നബി പറയുന്ന പല കാര്യങ്ങളും ശരിയാണോ തെറ്റാണോ, അങ്ങനെ ഒരു പ്രവാചകനുണ്ടോ എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ പ്രതിനിധികളയച്ചുകൊണ്ട് മദീനത്തേക്ക് അവരുടെ പ്രതിനിധികളയച്ച് അവരോട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് 3 ചോദ്യങ്ങൾ ചോദിക്കണം, ആ 3 ചോദ്യത്തിൻ്റെ ഉത്തരം അവൻ പറഞ്ഞാൽ പ്രവാചകനാണ് എന്നാ. അപ്പോൾ ശരിക്കും 3 ആ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞ പ്രവാചകനാണിത് എന്ന് ബനൂ ഇസ്രായേൽക്കാരുടെ പണ്ഡിതന്മാർക്ക് അറിയാം. അതുപോലെ മക്കാ മുശ്രിക്കീങ്ങൾക്ക് മുഹമ്മദ് നബി സത്യവാനാണെന്നുള്ളതിൻ്റെ തെളിവ് അവലം യകുല്ലഹും ആയത്തൻ, അവർക്ക് ദൃഷ്ടാന്തമായി പോരെ ഐ യഅലമഹു ഉലമാഉ ബനി ഇസ്രായേൽ,
ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ അറിയുമെന്നത് വലൗ നസ്സൽനാഹു, അതിനെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, ഈ ഖുർആനിനെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ അലാ ബഅദിൽ അജ്മീൻ, ചില അജമികളുടെ മേൽ. അജമുകൾ എന്ന് പറഞ്ഞാൽ അറബികൾ എന്നുള്ളതിൻ്റെ വിപരീതമാണ് അജമ്. അറബികളല്ലാത്തവർ. അപ്പം ചില അറബികളല്ലാത്ത ചില സമൂഹത്തിൻ്റെ മേലിലാണ് നാം ഈ ഖുർആൻ ഇറക്കിയതെങ്കിൽ ബിലിസാനിൻ അറബിയും മുബീൻ, ഈ അറബികൾ സംസാരിക്കുന്ന വ്യക്തമായ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത്. എന്നിട്ട് പോലും അത് അംഗീകരിക്കണില്ല. എന്നാൽ അജ്മികളുടെ മേൽ, അറബികളല്ലാത്ത ചില അജ്മി ഗോത്രങ്ങളുടെ മേലിലാണ് നാം ഈ ഖുർആൻ ഇറക്കിയതെങ്കിൽ ഫഖറഅഹു അലൈഹിം, എന്നിട്ട് അവരുടെ മേൽ മുഹമ്മദ് നബി ഇത് ഓതിക്കൊടുക്കുകയുമാണെങ്കിൽ മാ കാനൂ ബിഹി മുഅ്മിനീൻ, അവർ അത് വിശ്വസിക്കൂല. കാരണം ഓൽക്കത് അറിയില്ലോ. ഖുർആന് അജ്മികൾക്ക് ഇറക്കി കൊടുത്തു, ഓൽക്ക് ഈ ഭാഷ അറിയില്ലോ. അപ്പോൾ സ്വാഭാവികമായി അവർ വിശ്വസിക്കുമായിരുന്നില്ല. പക്ഷേ ഇത്ര പ്രകടമായി അറബികൾക്ക് ഇറക്കി കൊടുത്തിട്ട് ഇവർ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് എത്ര വലിയ കുറ്റകരമാണ് എന്നാണ്. മാ കാനൂ ബിഹി മുഅ്മിനീൻ ഇനി കദാലിക, ഇപ്രകാരം, അതായത് വ്യക്തമായും ശുദ്ധ അറബി ഭാഷയിൽ മുഹമ്മദിനെ പറ്റി ബനൂ ഇസ്രായേൽ പണ്ഡിതന്മാർ സത്യമാണെന്ന് അംഗീകരിച്ചത് അറിഞ്ഞ ആ ആളുകൾ അവരുടെ ഭാഷയിൽ അവർക്ക് ഖുർആൻ ഇറക്കി കൊടുത്തിട്ടും വിശ്വസിച്ചില്ല. അതാണല്ലോ അവരുടെ മേൽ അല്ലാഹ് ആരോപിക്കുന്നത്. കദാലിക, ഇപ്രകാരം, അതായത് കാര്യം മനസ്സിലാക്കിയിട്ടും വിശ്വസിക്കാത്ത ആ രൂപത്തിൽ സലക്കിനാഹു ഫി ഖുലൂബിൽ മുജ്രിമീൻ, സലക്കിനാഹു, ഇതിനെ നാം പ്രവേശിപ്പിച്ചു, ഫി ഖുലൂബിൽ മുജ്രിമീൻ, മുജ്രിമീങ്ങളായ അക്രമികളായ ആളുകളുടെ ഹൃദയത്തിൽ ആ ഒരു കദാലിക്ക എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ നിഷേധിച്ചതുപോലെ സലക്കിനാഹു, ഈ നിഷേധ മനോഭാവം അക്രമികളായ ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നാം കടത്തിവിട്ടു. അല്ലാഹ് ഒരു നിഷേധ മനോഭാവം അക്രമികളായ ആളുകളുടെ സലക്ക എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു എന്ന സലക്കിനാഹു, ആ ഒരു നിഷേധ മനോഭാവം അതിനെ എന്ന് പറഞ്ഞാൽ കദാലിക്ക, അപ്രകാരം, ആ നിഷേധിച്ച പോലെ ആ നിഷേധത്തെ സലക്കിനാഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ, അക്രമികളായ ആളുകളുടെ ഹൃദയത്തിൽ നാം പ്രവേശിപ്പിച്ചു. ലാ യുഅ്മിനൂന ബിഹി, ഈ ഖുർആനിനെ അവർ വിശ്വസിക്കുകയില്ല. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ കാണുന്നത് വരെ. അതപ്പോൾ ആ പരലോകത്ത്. അപ്പം മരിക്കുന്നത് വരെ ഈ മുജ്രിമീങ്ങളായ ആളുകൾ ഇതിൽ വിശ്വസിക്കുകയില്ല. ഫയഅ്തിയഹും, ആ ശിക്ഷ അപ്പോൾ അവർക്ക് വരും. അപ്പോൾ യഅ്തിയഹും, ആ അദാബുൻ അലീം അവർക്ക് വരും. ബഗ്തതൻ, പെട്ടെന്ന്, ബഗ്തതൻ, പെട്ടെന്ന്, പെടുന്നനെ. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാത്ത നിലക്ക് പെടുന്നനെ അവർക്ക് ശിക്ഷ വരും. അതുവരെ ഓലി വിശ്വസിക്കാതെ അക്രമ മനോഭാവത്തിൽ നടക്കും. അതാ വഹും ലാ യശ്ഉറൂൻ. ഫയഖൂലു, ആ ശിക്ഷ വരുമ്പോൾ ഫയഖൂലു, അപ്പോൾ അവർ പറയും, ഹൽ നഹ്നു മുൻളറൂൻ, ഞങ്ങൾക്ക് അവധി നൽകപ്പെടുമോ? അല്ലറ എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊടുത്തു, ഞങ്ങൾക്ക് നീട്ടിക്കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി സംഗതിയാണ് ബോധ്യമാവുമ്പോൾ കുറച്ചും കൂടി അവധി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമായിരുന്നു. അൽ നഹ്നു മുൻളറൂൻ, ഞങ്ങൾക്ക് അവധി നൽകപ്പെടുമോ എന്ന് ശിക്ഷ വരുമ്പോൾ പറയും. അഫബി അദാബിന, നമ്മുടെ ശിക്ഷ കൊണ്ടാണോ യസ്തഅ്ജിലൂൻ, അവർ ധൃതി കൂട്ടുന്നത്? അതായത് ഈ നിഷേധത്തിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുമ്പോൾ ആ ശിക്ഷ വരട്ടെ, എന്നാ വരട്ടെ. അവർ പറഞ്ഞല്ലോ ഫഅ്തി ബി അദാബിക ഫഅ്തി, നീ ആ ശിക്ഷ കൊണ്ടുവാ എന്ന് ഖുർആനിലൊരു വചനമുണ്ട്. നീ ശിക്ഷ കൊണ്ടുവാ, ഞങ്ങൾക്കിവിടെ കാത്തിരിക്കാൻ നേരം, ഞാൻ വേണ്ട ശിക്ഷിക്കട്ടെ അല്ലാഹ്. അതാ അഫബി അദാബിന, നമ്മുടെ ശിക്ഷയും കൊണ്ടാണോ യസ്തഅ്ജിലൂൻ, അവർ ധൃതി കൂട്ടുന്നത്? അഫറഅയ്ത, നീ കണ്ടുവോ? നബിയോടാ പറയുന്നത്, അഫറഅയ്ത, നീ കണ്ടുവോ? ഇൻ മത്തഅനാഹും, അവർക്ക് നാം സുഖസൗകര്യങ്ങൾ നൽകിയാൽ. മത്താഴ എന്ന് പറഞ്ഞാൽ മത്താഴ് നൽകി എന്ന് പറഞ്ഞാൽ സുഖസൗകര്യങ്ങൾ നൽകി. അതാണ് തമത്തുഅ് എന്നൊക്കെ പറയുന്നത്. ഹജ്ജിൽ തമത്തുഅ് എന്ന് പറയല്ലോ. അതായത് ഇഹ്റാമിൽ
ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് ഒരു സുഖമുള്ള ജീവിതം, അതായത് നിബന്ധനകളില്ലാത്ത ജീവിതം ജീവിക്കുന്നതിനാണ് തമത്തു എന്ന് പറയുക. ആദ്യം ഉംറ ചെയ്യുന്നു, എന്നിട്ട് തഹലുലാകുന്നു, എന്നിട്ട് പിന്നെ നമ്മൾ ഷർട്ടും മുണ്ടൊക്കെ മാറ്റി ഭാര്യാഭർത്തർ ബന്ധങ്ങളൊക്കെ അനുവദിച്ച ഒരു കാലഘട്ടം, അതിനാണ് തമത്തു, സുഖമുള്ള കാലം എന്ന് പറയുന്നത്. അതാണ് മത്താഴ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾക്ക് ജീവിത വിഭവം, അവർക്ക് സുഖമായി കഴിഞ്ഞുകൂടാനുള്ള വിഭവം നൽകുക എന്ന്. അതാണ് ഇൻ മത്തൈനാഹും അഫറഅയ്താനി, കണ്ടുവോ? ഇൻ മത്തൈനാഹും, അവർക്ക് നാം സുഖസൗകര്യങ്ങൾ നൽകിയാൽ, സിനീൻ, കുറേ കാലം, സനത്തുൻ, കൊല്ലങ്ങളോളം അവർക്ക് സുഖസൗകര്യങ്ങൾ നൽകിയാൽ, സുമ്മ ജാഅഹും, പിന്നീട് അവർക്ക് വരികയും ചെയ്താൽ, മാ കാനൂ യുഅദൂൻ, അവരോട് താക്കീത് നൽകപ്പെടുന്ന കാര്യം അവർക്ക് വരികയും ചെയ്താൽ, മാ അഗ്നാ അൻഹും, അവർക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല, മാ കാനൂ യുമത്തഊൻ, അവർക്ക് നൽകപ്പെട്ട സുഖസൗകര്യങ്ങൾ. പടച്ചോൻ ഒരുപാട് സൗകര്യങ്ങളൊക്കെ നൽകി, അതിലങ്ങനെ അവർ മതിമറന്ന് ജീവിച്ചു. പിന്നീട് അവരോട് താക്കീത് നൽകപ്പെട്ട ആ ശിക്ഷ വന്നാൽ ആ സുഖസൗകര്യങ്ങളെ കൊണ്ടൊന്നും മാ അഗ്നാ അൻഹും മാ കാനൂ യുഅദൂൻ, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട മാ കാനൂ യുമത്തഊൻ, അവർക്ക് നൽകപ്പെട്ട സുഖസൗകര്യങ്ങൾ ഒരു ഉപകാരവും അവർക്ക് ചെയ്യൂല. എത്രയോ സുഖിച്ചു, എന്നിട്ട് പിന്നെ ശിക്ഷ വന്നാൽ ആ സുഖക്കാണ്ട് വെള്ളത്തിലാകും, ഒരു കാര്യം കിട്ടാതെ പോകും. വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ ലഹാ മുൻദിറൂൻ. അപ്പം അങ്ങനെയുണ്ട് അല്ലാഹു തആല ഒരു സമൂഹത്തെ നശിപ്പിക്കൂല. അതിനൊരു നിബന്ധന ഉണ്ട്. എന്താ? വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ, ഒരു സമൂഹത്തെയും, ഖറിയത്ത് പറഞ്ഞാൽ ഗ്രാമം, അതായത് ഗ്രാമവാസികളെയും നാം നശിപ്പിച്ചിട്ടില്ല, ഇല്ലാ ലഹാ മുൻദിറൂൻ, ആ ഗ്രാമവാസികൾക്ക് മുൻദിറുകൾ, താക്കീതുകൾ വന്നിട്ടല്ലാതെ, താക്കീത് ചെയ്യുന്നവർ വന്നിട്ടല്ലാതെ. അതായത് ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ്, നിങ്ങൾ തെറ്റ് ചെയ്യരുതെന്ന് നബി വന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അത് സ്വീകരിക്കാതിരുന്നപ്പോഴാണ് നശിപ്പിച്ചത്. അല്ലാതെ വിവരമില്ലാത്തൊരു മനുഷ്യന്മാരെ, നിരപരാധികളായ ആളുകൾ അല്ലാഹു നശിപ്പിക്കാറില്ല. മുൻദിറുകൾ അയക്കും. ഒയ് മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ, ഒരു സമൂഹവും താക്കീതുകാർ വരാതിരുന്നിട്ടില്ല. ആ അർത്ഥം തന്നെയാണ് വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ, ഒരു ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഗ്രാമവാസികൾ, ഒരു ഗ്രാമവാസികളെയും നാം നശിപ്പിച്ചിട്ടില്ല, ഇല്ലാ ലഹാ മുൻദിറൂൻ, അതിന് താക്കീതുകാർ വന്നിട്ടല്ലാതെ. ദിക്റാ, ഇതൊരു ഉത്ബോധനമാണ്. വമാ കുന്നാ ളാലിമീൻ, നാം ആരെയും ആക്രമിക്കുകയില്ല. ദിക്റ എന്ന് പറഞ്ഞാൽ ഉത്ബോധനമാണ്, അല്ലെങ്കിൽ ഉത്ബോധനമായിക്കൊണ്ടാണ് ഈ ആയത്തൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദിക്റാ ലഹും, അവർക്കുള്ള ഒരു ഉത്ബോധനമായിക്കൊണ്ടാണ് ഇതുള്ളത്. വമാ കുന്നാ ളാലിമീൻ, നാം ആരെയും ആക്രമിക്കുന്നവനല്ല. അല്ലാഹു തആല ആരോടും അനീതിയോ അക്രമോ ചെയ്യുകയില്ല. പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ശരിയും തെറ്റും വേർതിരിച്ച് ബോധ്യപ്പെടുത്തിയിട്ട്, എന്നിട്ട് ശരി പിന്തുടരാതെ തെറ്റിൽ മുഴുകുകയാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അത് നീതിയാണ്, അത് അനീതിയല്ലല്ലോ. അത് നമ്മളൊക്കെ അംഗീകരിക്കുന്നത് തന്നെയല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഒരു മഹാ തോന്നിവാസിയുണ്ട്, ഓനങ്ങനെ ഒന്നും ചെയ്യേണ്ട പാവാണ്, സാധുവാന്ന് പറഞ്ഞുകൊണ്ട് വിടുന്നതിൽ അർത്ഥമില്ലല്ലോ. അവന് കിട്ടേണ്ട ശിക്ഷ കിട്ടണമെന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മളെ ഗവൺമെൻറ്റും ലോകത്തുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ന്യായം. അതാണ്, അത് ക്രൂരതയല്ല. അതുപോലെ അല്ലാഹു തആലയും തെറ്റ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ പഴുതും അടച്ചിട്ടും ധിക്കാരം കാണിക്കുകയാണെങ്കിൽ ശിക്ഷിക്കും. വമാ കുന്നാ ളാലിമീൻ, നാം അക്രമികളിൽപ്പെട്ടവനല്ല. വമാ തനസ്സലത് ബിഹി ശയാത്തീൻ, വമാ തനസ്സൽ, അവരുടെ ഒരു ആക്ഷേപത്തെ അള്ളാഹു നിഷേധിക്കുകയാണ്. വമാ തനസ്സലത് ബിഹി അശ്ശയാത്തീൻ, ഈ ഖുർആനും കൊണ്ട് പിശാചുക്കൾ ഇറങ്ങി വന്നിട്ടില്ല. അത് ജിബ്രീൽ തന്നെയാണ് വന്നത്. നബിക്കാരോ പ്രവാചകന് മുഹമ്മദിന് പിശാചുക്കൾ ഇറങ്ങി വന്ന് അവൻ്റെ മനസ്സിൽ ഇത് ഇട്ടുകൊടുക്കുകയാണ് എന്ന് പറയുന്നതിന് അള്ളാഹു പറയാണ്. അങ്ങനെയല്ല. വമാ തനസ്സലത് ബിഹി ശയാത്തീൻ, ആ ഖുർആൻ
അവർക്ക് ശയാത്തീനുകൾ പിശാചുക്കൾ ഖുർആൻ കൊണ്ട് ഇറങ്ങി വന്നിട്ടില്ല. വമാ യംബഗീ ലഹും, അതവർക്ക് അനുയോജ്യവുമല്ല. ഖുർആനും കൊണ്ട് ഇറങ്ങാൻ പിശാചുക്കൾ അയക്കുക എന്നുള്ളത്, പിശാചുക്കൾ ഖുർആനിന് യോജിച്ചവരല്ല, ഖുർആനും കൊണ്ട് ഇറങ്ങാൻ യോജിച്ചവരല്ല. വമാ യസ്തതിഊൻ, അതിനവർക്ക് കഴിയുകയുമില്ല. അപ്പോൾ പിശാച്ച് വന്നിട്ട് നബിക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണെങ്കിൽ നമുക്കൊന്നും അറിയാലോ. പിശാച്ചാണ് നബിക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഈ ഖുർആനിലുള്ളത് എന്താ? തോന്നിവാസമല്ലല്ലോ. അതിപ്പോൾ മക്കാ മുശ്രിക്കീങ്ങൾ അയാളെ നബീനെ ആക്ഷേപിച്ചു, ഇത് പിശാച്ച് പറഞ്ഞു കൊടുക്കുന്ന. എന്നാലും മക്കാ ഇപ്പം ഈ പിശാച്ച് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്ന ഖുർആനിൽ എന്താ ഉള്ളത്? നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം, സതുപദേശങ്ങളും ആരാധനകളും ഭക്തിയുടെയും നന്മയുടെയും നിർദ്ദേശങ്ങൾ മാത്രമാണുള്ള ഖുർആനിലുള്ളത്. അതെങ്ങനെ ചൈത്താന്മാർ പറഞ്ഞു കൊടുക്കുക? ഓല് പിശാച്ചുക്കൾ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞാൽ പിശാച്ചുക്കൾ മോശക്കാരായതുകൊണ്ടാണ് ഓലങ്ങനെ നബിൻ്റെ മേലെ ആക്ഷേപിക്കുന്നത്. എന്നാ അത്ര മോശപ്പെട്ട ആ പിശാച്ച് ഇത്ര നല്ല ഉപദേശങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാവുമാ? യംബഗീലഹും, അത് അവർക്ക് അനുയോജ്യമായതല്ല. അതാ ഒമാ തനസ്സലത്ത് ബിഹി ശയാത്തീൻ, ഈ ഖുർആൻ കൊണ്ട് പിശാച്ചുകൾ ഇറങ്ങി വന്നിട്ടില്ല. ഒമാ യംബഗീ ലഹും, അതവർക്ക് യോജിച്ചതുമല്ല. ഇത്ര നല്ല ഉപദേശം പറയാൻ എല്ലാ പിശാചുക്കളുടെ പണി. ഒമാ യസ്തതിഊൻ, ആ പിശാചുക്കൾക്ക് അതിനോട്ട് കഴിയൂല. 3 എണ്ണമാണ് പറഞ്ഞു വന്നിട്ടില്ല. ഈ ഖുർആൻ പോലെയുള്ള സതുപദേശങ്ങൾ നൽകുന്നത് പിശാചുക്കൾക്ക് അനുയോജ്യമായ പണിയല്ല, അങ്ങനെ അവർക്കൊട്ട് കഴിയൂല. പിന്നെ ഇന്നഹും, തീർച്ചയായും അവർ ആ പിശാചുക്കൾ അനിസ്സംഇ, ഈ ഖുർആൻ കേൾക്കുന്നതിൽ നിന്ന് ലമഅ്സൂലൂൻ, അകറ്റപ്പെട്ടവരാണ്. ഖുർആൻ കേൾക്കാൻ തന്നെ അവർക്ക് കഴിയില്ല. പിശാചുക്കൾ ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹ് കേൾപ്പിച്ച് കണ്ട് വിടുകയാണല്ലോ. അതുപോലെ ആകാശലോകത്ത് നിന്ന് ഖുർആനിൻ്റെ സന്ദേശം, ഈ വചനങ്ങൾ കേൾക്കാൻ അവർക്ക് കഴിയില്ല. മഅ്സൂലൂൻ, അവർ അകറ്റപ്പെട്ടവരാണ്, ആട്ടിയോടിക്കപ്പെട്ടവരാണവർ. ഫലാത്തതു, അതുകൊണ്ട് ഫലാത്തതു, നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്. മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ ഇലാഹൻ ആഖറ, മറ്റൊരു ആരാധ്യനെ. ഫതകൂന മിനൽ മുഅദ്ദബീൻ, അപ്പോൾ നീയും ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. നബിയോടാ പറയേണ്ടത്, അള്ളാഹിൻ്റെ കൂടെ വേറെ ഒരാളെയും നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഫതകൂന മിനൽ മുഅദ്ദബീൻ, അങ്ങനെ ചെയ്താൽ നീയും ശിക്ഷിക്കപ്പെടുന്ന മുഅദ്ദബ്, അദാബിൽ ആക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടും. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, വഅൻദിർ, നബിയെ താങ്കൾ താക്കീര് നൽകുക. അൻദറ യുൻദിറു എന്ന് പറഞ്ഞതാ, താക്കീര് നൽകുക. അശീറതകൽ അഖ്റബീൻ, താങ്കളുടെ അടുത്ത ബന്ധുക്കളെ താക്കീര് നൽകുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിച്ച ഒരു കൽപ്പനയാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ബന്ധുക്കളെയും സഫായുടെ മുകളിൽ കയറി എല്ലാ ബന്ധുക്കളെയും വിളിച്ചുകൂട്ടി എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. വഅൻദിർ അശീറതകൽ, അശീറത്ത് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളാണ്, കുടുംബക്കാർ, എൻ്റെ ആൾക്കാർ. അശീറത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ആളുകൾ, സ്വന്തക്കാർ. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിൻ്റെ അഖ്റബുകളായ അടുത്ത ബന്ധുക്കളായിട്ടുള്ള സ്വന്തക്കാരെ നീ താക്കീര് നൽക്. വഖ്ഫിൽ ജനാഹക, വഖ്ഫിൽ, നീ താഴ്ത്തിക്കൊടുക്ക്. ജനാഹക, നിൻ്റെ ചിറക്. ലിമനിത്തബഅക, നിന്നെ പിൻപറ്റിയവർക്ക്. മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് നിന്നെ പിൻപറ്റിയവർക്ക് നീ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരോട് കാരുണ്യത്തിൽ വർത്തിക്കണം, അവരോട് സ്നേഹവും ദയയും കാരുണ്യവും കാണിക്കണം. അതാ ഫഇൻ അസൗക, ഇനി അവർ നിന്നെ, വിശ്വാസികൾക്ക് നീ കാരുണ്യത്തോടുകൂടി വർത്തിക്കണം, കുടുംബക്കാരെ താക്കീര് നൽകണം. ഫഇൻ അസൗക, ആ കുടുംബക്കാർ നിന്നെ ധിക്കരിച്ചാൽ, അസാ, ധിക്കരിച്ചു. വഅസാ ആദമു റബ്ബഹു, ആദം തൻ്റെ രക്ഷിതാവിനെ ധിക്കരിച്ചു എന്നല്ലോ. അതാണ് ഫഇൻ അസൗക, അവർ നിന്നെ ധിക്കരിച്ചാൽ, ആ കുടുംബക്കാർ നിന്നെ ധിക്കരിച്ചാൽ, ഫഖുൽ, അപ്പോൾ നീ പറയണം, ഇന്നി ബരീഉൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാൻ വേറിട്ട് നിൽക്കുന്നു പറയണം. കുടുംബക്കാരെ നമ്മൾ ഉപദേശിക്കുക. കുടുംബക്കാരൊന്നും നമ്മളെ ഉപദേശം കേൾക്കണില്ലെങ്കിൽ നമ്മൾ പിന്നെ ഓലപ്പം കൂടല്ല വേണ്ടത്. നമ്മൾ മാറിയിട്ട്
ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാൻ ബരീ ആണ്, ഞാൻ നിരപരാധിയാണ്, ഞാൻ മാറി നിൽക്കുകയാണ് എന്ന് മാറി നിൽക്കണം. ആദർശത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കുടുംബമുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഒയ്റ അന്നീ, എനിക്ക് ചില ബന്ധങ്ങളുണ്ട് എൻ്റെ കുടുംബത്തിൽ, സ അബുല്ലുഹാ ബി ബലാലിഹ, ആ ബന്ധം, ആ നനവുകൾ ഞാനത്, ആ നനവ് അവർക്ക് നനച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിനോടുള്ള ബന്ധം ഞാൻ പാലിക്കും. മുശ്രിക്കീങ്ങളായ കൊടിയ മുശ്രിക്കുകൾ നബിയുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അവരൊക്കെ നബി പ്രബോധനം ചെയ്തു തന്നെയാണ്. അപ്പോഴാണ് അബൂജഹൽ ഇങ്ങനെ വാന്തിർ അശീറത്തക്കൽ അക്രബീന്ന് ആയത്തിറങ്ങിയപ്പോഴാണ് നബി സഫൻ്റെ മുകളിൽ കയറി വിളിച്ചുകൂട്ടി, എല്ലാവരെയും വിളിച്ചുകൂട്ടി. അബൂജഹലും അബ്ദുൽ മുത്തലിബും ബനുൽ അബ്ബാസും എല്ലാവരും ആ സഫൻ്റെ പിൻഭാഗത്തുള്ള താമസക്കാരാണ്. സഫയുടെ പിൻഭാഗത്തുള്ള ആ വിശാലമായ മുറ്റുണ്ടല്ലോ, നബിയുടെ വീട് വരെ അവിടുന്ന് കാണും. സഫയുടെ പിൻഭാഗത്തുനിന്ന് നബിയുടെ വീടും അതിൻ്റെ അപ്പുറത്തും അബൂജഹലിൻ്റെയും അബ്ദുൽ മുത്തലിബിൻ്റെയും അബൂ താലിബിൻ്റെയും അബ്ബാസിൻ്റെയും അലിയിൻ്റെയും ആ കുടുംബങ്ങൾ എല്ലാവരുടെയും കുടുംബ ആ ഭാഗത്താണ്, സഫൻ്റെ പിന്നിലാണ് നബിൻ്റെ കുടുംബക്കാരൊക്കെ. ഇപ്പുറത്തല്ല, അബൂബക്കർ സിദ്ദീഖൊക്കെയാണ് ഇപ്പുറത്തുള്ളത്. അപ്പോൾ അവരെ വിളിച്ചു കൂട്ടിയപ്പോഴാണ് തബ്ബൻ ലക അലിഹാദ ജമാഅത്തനാന്ന് അബൂജഹൽ പറഞ്ഞത്, നിനക്ക് നാശം ഇതിനാ. അബുലഹബ് പറഞ്ഞത്, ഇതിനാ ഞങ്ങളെ വിളിച്ചത്, ഇത് പറയാനാ ഞങ്ങളെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിലാണ് തബ്ബത്ത് യദാ അബീ ലഹബ് എന്നുള്ള ആയത്തൊക്കെ ഇറങ്ങിയത്. അപ്പോൾ അവർ ഫൈൻ അസൗക്ക, അവർ നിന്നെ ധിക്കരിക്കുകയാണെങ്കിൽ ഫഖുൽ, നീ പറയും, ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാൻ വേറിട്ടുക്കും, പക്ഷെ കുടുംബബന്ധം ഞാൻ പാലിക്കും. ഒയ്റ അന്നലി റഹ്മൻ സഅബുല്ലുഹാ ബി ബലാലിഹ, നബി പറഞ്ഞു എനിക്ക് ചില ബന്ധങ്ങളുണ്ട് നിങ്ങളുമായിട്ട്, ആ ബന്ധത്തിൻ്റെ ഈർപ്പം ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞാൽ ആ ബന്ധം ഞാൻ പാലിക്കുന്ന അർത്ഥം. അപ്പം നീ മാറി നിൽക്കണം. ബരീഉൻ, ഞാൻ നിരപരാധിയാണ്, മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളെ കൂടെ, അതിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ നമ്മളെ ദീന് ഞാൻ വിടൂല എന്നർത്ഥം. എന്നിട്ടോ വതവക്കൽ അലൽ അസീസിർ റഹീം, വതവക്കൽ, നീ ഭരമേൽപ്പിക്ക്, അലൽ അസീസിർ റഹീം, പ്രതാപിയും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ മേൽ. അല്ലദീ യറാക, നിന്നെ കാണുന്നവനാണവൻ. ഹീന തഖൂം, നീ നിൽക്കുമ്പോഴും. ഹീന തഖൂം എന്ന് പറഞ്ഞാൽ നീ എഴുന്നേറ്റ് നിൽക്കുക, അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നിന്നെ കാണുന്ന അള്ളാഹുവിൽ നീ ഭരമേൽപ്പിക്കണം. വ തഖല്ലുബക, നീ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, ഫിസാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ. തഖല്ലുബ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിലായിക്കൊണ്ടിരിക്കുമ്പോഴും. തഖല്ലബ ഫി സുജൂദി എന്ന് പറഞ്ഞാൽ സുജൂദിൽ മറിഞ്ഞുകൊണ്ടിരുന്നു, അതായത് സുജൂദ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. വ തഖല്ലുബക ഫിസാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിന്നെ അറിയുന്നവനാണവൻ. അല്ലദീ യറാക, നിന്നെ കാണും. ഹീന തഖൂം, നീ നമസ്കരിക്കുമ്പോഴും. വ തഖല്ലുബക ഫിസാജിദീൻ, സുജൂദിൽ നീ തല കുത്തി പിന്നെ എഴുന്നേറ്റ് അങ്ങനെ സുജൂദിലായിക്കൊണ്ടിരിക്കുമ്പോഴും നിന്നെ കാണുന്നവൻ. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഹൽ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. അല്ലാഹു തആല നീ നമ്മളോട് എല്ലാവരോടും കൂടി പറയാണ്. ഹൽ തഖല്ലുബക ഫിസാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽ നീ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ. തഖല്ലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു, തിരിഞ്ഞു മറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ ഏർപ്പെട്ടു എന്നാ. തഖല്ലബ ഫിൽ അമലി എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്തിലാണ്ട് ഏർപ്പെട്ടു എന്നാണ്. അപ്പോൾ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇന്നഹു സമീഉൽ അലീം, തീർച്ചയായും അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇനി രണ്ട് ആരോപണങ്ങൾ അവർ പറഞ്ഞത്, ഒന്ന് പിശാച്ച് ഇദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാണ് ഒന്ന്. അതല്ലാഹ് ആദ്യം തന്നെ മറുപടി പറഞ്ഞു, പിശാച്ച് പറഞ്ഞു കൊടുക്കാൻ പിശാച്ചിന് പറ്റിയതല്ല. ഉമാ എംബഗീലഹു, പിശാച്ചിന് അനുയോജ്യമായതല്ല ഈ ഖുർആന്, അവനോട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അതിനൊന്നും കൂടി പറയാം. രണ്ടെന്ന്, ഇദ്ദേഹം കവിയാണ്. രണ്ട് കാര്യമാണ് അദ്ദേഹത്തെ പറ്റി ആക്ഷേപിച്ചിരുന്നത്. അതിനുള്ളൊരു മറുപടിയാണ്. എന്താണ്? ഹൽ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. അലാമൻ, ആരുടെ മേലിലാണ്. അലാമൻ, ആരുടെ മേൽ. തനസ്സലു ശയാത്തീൻ, പിശാചുക്കൾ ഇറങ്ങി വരും. ആരുടെ മേലിൽ പിശാചുക്കൾ ഇറങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. മുഹമ്മദ് നബിക്ക് പിശാച്ച് ഇറങ്ങി, എന്നിട്ട് അദ്ദേഹമാണ് ഈ ഖുർആൻ ഓരുന്നത് പിശാച്ച് ഓതി കൊടുത്താന്നാണ് അവരുടെ വാദം.
അപ്പോൾ അള്ളാഹ് പറയാ ഹൽ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അലാമൻ തനസ്സലു ശയാത്തീൻ, ആരുടെ ഏതൊരാളുടെ മേലിലാണ് പിശാചുക്കൾ ഇറങ്ങി വരികയെന്ന്. തനസ്സലു, ആ പിശാചുക്കൾ ഇറങ്ങി വരും. അലാ കുല്ലി അഫ്വാക്കിൻ, എല്ലാ കളവ് പറയുന്നവൻ്റെയും മേൽ, അസീം കുറ്റവാളികളായവരുടെയും മേൽ. പിശാച്ച് ഇറങ്ങൽ കളവ് പറയുന്ന, അഫ്വാക്ക് എന്ന് പറഞ്ഞാൽ ഇഫ്ക്ക്, കെട്ടിച്ചമച്ച് പറയുക എന്ന്, കള്ളം കെട്ടിച്ചമച്ച് പറയുന്ന, അസീമിൻ കുറ്റവാളികളായിട്ടുള്ള ആളുകളുടെ മേലിലാണ് പിശാച്ച് ഇറങ്ങി വരിക. മുഹമ്മദ് നബിയെ പോലെ വിശ്വസ്തനോ അല്ലെങ്കിൽ ഖുർആനിനെ പോലെ സാരോപദേശങ്ങളോ ഒന്നും പിശാച്ച് പറയില്ല. പിന്നെ യുൽഖൂന സമഅ, ആ പിശാച്ചുക്കൾ കാതോർക്കും. സമഅ എന്ന് പറഞ്ഞാൽ കാത് ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ കാതോർക്കും എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ ആകാശലോകത്തുള്ള മലക്കുകളുടെയും മറ്റും സംസാരങ്ങൾ കാതോർക്കാൻ അവർക്ക് കഴിയും എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു എങ്ങനെയാണ് അത് എന്നൊന്നും നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടാത്തതാണ്. പിശാചുക്കൾ നമ്മൾക്ക് മനുഷ്യരുടെ രൂപത്തിലുള്ളവരല്ലല്ലോ. അവർ ആകാശലോകത്തേക്ക് കയറി ചെന്ന് മലക്കുകളുടെ സംസാരങ്ങൾ കാതോർക്കും. കൃത്യമായ കാര്യങ്ങളൊന്നും അവർ കേൾക്കൂല. കേട്ടത് പാതി എന്ന നിലക്ക് അവരിവിടെ ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവർക്ക് അവരെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കും. കുറേ ശരിയുണ്ടാവും, കുറേ അബദ്ധങ്ങളും ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരു അദൃശ്യ ലോകം പിശാചുക്കളുടേതായി ഇവിടെ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ യുൽഖൂന സമഅ, ആ പിശാചുക്കൾ കാതോർക്കും. വഅക്സറുഹും കാദിബൂൻ, അവരിൽ അധികം ആളുകളും കള്ളം പറയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നബിക്ക് അങ്ങനെ പിശാച് ഇറങ്ങി വന്നതൊന്നുമല്ല. അത് പാപ്പികളുടെ മേൽ, കള്ളം കെട്ടിച്ചമച്ച് നടക്കുന്നവരുടെ മേലിലാണ് പിശാച് ഇറങ്ങി വരല്. മുഹമ്മദ് നബിക്ക് അത് വരൂല. മുഹമ്മദ് നബി സത്യവാനാണെന്ന് അവർക്ക് അറിയാലോ. അപ്പം സത്യവാനായ നിങ്ങൾക്ക് അറിയേണ്ട മുഹമ്മദ് നബിക്ക് പിശാച് ഇറങ്ങി വരില്ല. പിശാച് തോന്നിവാസികളായ ആളുകൾക്ക് വരുള്ളൂ എന്ന് ഒരു കാര്യം. 2, വശ്ശുഅറാഉ, ഇനി കവികൾ, ഇദ്ദേഹം കവിയാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ അശ്ശുഅറാഉ, കവികൾ, യത്തബിഉഹും അൽഗാവൂൻ, വഴിതെറ്റിയവരാണ് അവരെ പിൻപറ്റുക. കവികൾ എന്ന് പറയുന്നത്, കവികൾ അവർക്ക് തോന്നിയത് ഇങ്ങനെ പറയും. അത് കളവും ഉണ്ടാവും, ശരിയുണ്ടാവും, തെറ്റും ഉണ്ടാകും, ഭാവനയിൽ നിന്ന് എടുത്ത് പറയും. കവികളുടെ സ്ഥിതി അതാണ്. അവരെ പിൻപറ്റൽ, കവികൾ പറയുന്നത് പിൻപറ്റി നടക്കൽ വഴിതെറ്റിയവരാണ്. എന്നാൽ മുഹമ്മദ് നബിയെ പിൻപറ്റിയ ആളുകൾ അങ്ങനെ അല്ലല്ലോ. ആ ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധരും നല്ലവരുമായ അവരെല്ലാവരും നല്ലവരെന്ന് അംഗീകരിക്കുന്നവരാണ് മുഹമ്മദ് നബിയെ പിൻപറ്റിയവർ. മുഹമ്മദ് നബി ഒരു കവിയാണെങ്കിൽ അയാളെ ഈ നല്ല മനുഷ്യന്മാരെ പിൻപറ്റൂല്ലോ. വശ്ശുഅറാഉ, കവികൾ, അവർ യത്തബിഉഹുമുൽ ഗാവൂൻ, നിർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ്. ഗാവീൻ എന്ന് പറഞ്ഞാൽ അതാണ്, വവായത്ത്, വഴിതെറ്റിപ്പോയവരാണ് അവരെ പിൻപറ്റുക. അലം തറ, നീ കാണുന്നില്ലേ, അന്നഹും, ആ കവികൾ, തീർച്ചയായും കവികൾ, ഫീ കുല്ലി വാദിൻ യഹീമൂൻ, അവർ എല്ലാ താഴ്വരകളിൽ കൂടിയും സഞ്ചരിക്കും. വാദി എന്ന് പറഞ്ഞാൽ വാലി, താഴ്വരയാണ്. വാദി, എല്ലാ താഴ്വരകളിൽ കൂടി, യഹീമൂൻ, അവർ സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ കവിതയുടെ എല്ലാ മേഖലകളിലും കവികൾ അങ്ങനെ ചെയ്യും. ചിലപ്പോൾ കവികൾ ആക്ഷേപിക്കും, ആക്ഷേപകാവ്യങ്ങൾ. ചിലപ്പോൾ സ്ത്രീകളുടെ സൗന്ദര്യം വർണ്ണിക്കും. ചിലപ്പോൾ ഒരു ദുഃഖം പ്രകടിപ്പിക്കും. ചിലപ്പോൾ വളരെ കൂടുതൽ മദ്ഹ് ചെയ്യും, ആവശ്യത്തിലേറെ പ്രശംസിക്കും, ആവശ്യത്തിലേറെ ചീത്ത വിളിക്കും, ചിലപ്പോൾ പരിഹസിക്കും. അതൊക്കെയാണ് കവികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഫീ കുല്ലി വാദിൻ യഹീമൂൻ, എല്ലാ താഴ്വരകളിലും അവർ സഞ്ചരിക്കും. ആമയന, അലഞ്ഞു നടക്കുന്ന, എല്ലാ താഴ്വരകളിലും കവികൾ അലഞ്ഞു നടക്കും. വഅന്നഹും യഖൂലൂന, തീർച്ചയായും അവർ പറയും, മാ ലാ യഫ്അലൂൻ, അവർ ചെയ്യാത്ത കാര്യം. അങ്ങനെ അതൊക്കെ അല്ലേ കവികൾ, എനിക്ക് അറിഞ്ഞുകൂടെ? അതൊന്നുമല്ലല്ലോ മുഹമ്മദ് നബി. അതാ പറയണ്ടേ, ഇയാൾ കവിയല്ല, പിശാച്ച് ഇറങ്ങി വന്നിട്ടില്ല. പിശാച്ച് ഇറങ്ങി വന്നെങ്കിൽ പിശാച്ച് തോന്നിവാസികളുടെ മേലിലാണ് ഇറങ്ങി വരാം. മുഹമ്മദ് നബി തോന്നിവാസിയല്ല, നിങ്ങൾക്കറിയാലോ. ഇനി പിശാച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്?
ഖുർആനാണോ? ഖുർആൻ എത്രയോ സത്യസന്ധമാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അറബി ഭാഷയിലല്ലേ വന്നത്? പിശാച്ച് പറഞ്ഞു കൊടുക്കേണ്ട തോന്നിവാസങ്ങളല്ലല്ലോ ഖുർആനിലുള്ളത്. ഇനി കവിയാണോ? കവികളെ തുടർന്ന് നടക്കൽ വഴികെട്ടവരാണ്. മുഹമ്മദ് നബീനെ അങ്ങനെ വഴികെട്ടവർ പിന്തുടർന്നിട്ടില്ലല്ലോ. ഇനി കവികൾ എല്ലാ മേഖലകളിലും എല്ലാ താഴ്വരകളിലും അവർ സഞ്ചരിക്കും. എന്നാൽ മുഹമ്മദ് നബി ഈ ഖുർആനിൽ കൂടിയോ നല്ല നല്ല ഉപദേശങ്ങളല്ലാതെ പരിഹാസത്തിൻ്റെയോ അക്രമത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ മദ്യത്തിനെ വർണ്ണിക്കുന്ന അതൊക്കെയാണ് കവികൾ. മദ്യത്തിനൊക്കെ ഇങ്ങനെ വർണ്ണിക്കും. അതൊന്നും ഇയാൾ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇല്ലല്ലദീന ആമനു, എന്നാൽ സത്യവിശ്വാസികൾ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തവരും, വദക്കറുല്ലാഹ, അള്ളാഹുവിനെ ഓർത്തവരും, കസീറൻ ധാരാളമായി ഓർത്തവരും, വൻതസറു മിൻ ബഅദി മാ ദുലിമു, ആക്രമിക്കപ്പെട്ടതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ സഹായം നേടിയവരും, ഇൻതസറ എന്ന് പറഞ്ഞാൽ വിജയം ലഭിച്ചവരും, അങ്ങനെയുള്ള ആളുകൾ അവരാണ് മുഹമ്മദ് നബിയുടെ കൂടെ ഉള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഒഴികെ വസയഅലമുല്ലദീന ളലമു, അങ്ങനെയുള്ളവരൊഴികെ, അങ്ങനെയുള്ളവരല്ല ഇവർ പറയുന്നത്. എന്നാൽ മുഹമ്മദ് നബിയുടെ കൂടെയുള്ളവർ അങ്ങനെയൊക്കെയുള്ളവരാണ്. ആമനു അമിലുസ്സാലിഹാത്തി വദക്കറുല്ലാഹ കസീറ, അള്ളാഹുവിനെ കൂടുതൽ ഓർത്തവർ, വൻതസറു മിൻ ബഅദി മാ ദുലിമു, ആക്രമിക്കപ്പെട്ടതിൻ്റെ ശേഷം അവർക്ക് സഹായം ലഭിക്കപ്പെട്ടവർ, സഹായം നേടിയവർ, അവരൊക്കെയാണ് നബിയുടെ കൂടെയുള്ളവർ. വസയഅലമുല്ലദീന ളലമു, തീർച്ചയായും അക്രമികളായിട്ടുള്ള ആളുകൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും. അയ്യ മുൻകലബിൻ യൻകലിബൂൻ, ഏതൊരു ഭാഗത്തേക്കാണ് അവർ വഴിതെറ്റിപ്പോകുന്നത്. ഇൻകലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞുപോയി. അയ്യ മുൻകലബിൻ യൻകലിബൂൻ, ഏതൊരു സ്ഥാനത്തേക്കാണ് അവർ മറിഞ്ഞു പോകുന്നത്. അതായത് അവരുടെ പരിണിതി, അവരുടെ അന്തിമ പരിണിതി എന്താണെന്ന് അക്രമികളായ ആളുകൾ അറിയും. ഇതോടുകൂടി ഈ സൂറത്ത് അവസാനിച്ചു. ഈ സൂറത്തിൻ്റെ ആകത്തുക കുറേ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും മുഹമ്മദ് നബിയെ പറ്റി അവർ ആരോപിച്ചിരുന്ന ആരോപണത്തിൻ്റെ മറുപടികളുമാണ്. ചെറിയ ചെറിയ ആയത്തുകളാണ്. മനഃപ്പാഠമാക്കുന്നവർക്ക് മനഃപ്പാഠമാക്കാനും എളുപ്പമാണ്. ഏതായിരുന്നാലും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.